ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel Fasting, a prayer for the world. മഹേശനെ സ്തുതികളേകിടാം ഇടയനെ, ആരാധിച്ചിടാം മഹേശനെ സ്തുതികളേകിടാം ഇടയനെ, ചേർത്തു വച്ചിടാം ആത്മനെ, മഹത്വമേകിടാം ജീവനെ, ചേർത്തു വച്ചിടാം ആത്മനെ, മഹത്വമേകിടാം ജീവനെ. അവൻ നല്ലിടയനാം ഈശോ, അവൻ നല്ലിടയനാം ഈശോ, അവൻ നല്ലിടയനാം ഈശോ, അവൻ നല്ലിടയനാം ഈശോ. ഹൃദയമുറിവുകൾ വച്ചു കെട്ടിയിടും സ്നേഹതൈലത്താൽ ഈ വൈദ്യൻ, ഹൃദയമുറിവുകൾ വച്ചു കെട്ടിയിടും സ്നേഹതൈലത്താൽ ഈ വൈദ്യൻ, മൂർധാവിൽ ഉമ്മ വച്ചിടും രാരീരം പാടിയുറക്കിടും, മൂർധാവിൽ ഉമ്മ വച്ചിടും രാരീരം പാടിയുറക്കിടും. അവൻ നല്ലിടയനാം ഈശോ, അവൻ നല്ലിടയനാം ഈശോ, അവൻ നല്ലിടയനാം ഈശോ, അവൻ നല്ലിടയനാം ഈശോ. ആരാധന ഈശോ, ആരാധന ഈശോ, ആരാധന ഈശോ, ആരാധന ഈശോ. തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പരമകാരുണികനായ ദൈവമേ, മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും സർവശക്തിയോടും കൂടി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളവൻ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണം അവിടെ നിന്നാണല്ലോ.
ഇന്നും ഞങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നത് നിന്റെ അനന്തമായ സ്നേഹം മാത്രമാണല്ലോ. അതെ, 6 ദിനരാത്രങ്ങൾ 7 സിംഹങ്ങളുടെ ഇടയിൽ പാർക്കാൻ നിയോഗിക്കപ്പെട്ട ദാനിയേലിനെ സംരക്ഷിച്ച നമ്മുടെ കർത്താവ് ദിവ്യകാരുണ്യത്തിലുണ്ട്. ഇതാ, അവൻ വേദനിച്ചപ്പോൾ, അവൻ വല്ലാതെ വിഷമിച്ചപ്പോൾ അവൻ്റെ സമീപത്തേക്ക് ഹബക്കുക്ക് എന്ന പ്രവാചകനെ പറഞ്ഞു വിട്ടു. ഭക്ഷണമായി പറഞ്ഞു വിട്ടു, പാനീയം കൊടുത്തു പറഞ്ഞു വിട്ടു. ഓ ദൈവമേ, ദാനിയേല് കിടന്നതുപോലുള്ള സിംഹക്കുഴികളിലാണ് ഞങ്ങളിൽ പലരും കിടക്കുന്നത്. പാപത്തിൻ്റെ സിംഹക്കുഴി, തകർച്ചയുടെ സിംഹക്കുഴി, അപമാന ഭാരത്തിൻ്റെ സിംഹക്കുഴി, തീരാവ്യാധികളുടെയും തോരാത്ത ജീവിത പ്രതിസന്ധികളുടെയും സിംഹക്കുഴിയിലാണ് ഞങ്ങളിൽ പലരും കിടക്കുന്നത്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങൾക്കായി ഭക്ഷണവും പാനീയവുമായി ഒരു ഹബക്കുക്കിനെ പറഞ്ഞു വിടണമേ. ഒരു ദൈവദൂതനെ ഞങ്ങൾക്കായി പറഞ്ഞു വിടണമേ. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. അവനിലേക്ക് നോക്കുന്നവർക്കൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു സമ്മാനം, ഇതുപോലൊരു ദാനം അവൻ കൊടുക്കുന്നുണ്ട്. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവദൂതനെ അവിടുന്ന് പറഞ്ഞു വിടണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന നരകയാതനകളിലേക്ക്, ഞങ്ങളുടെ ആത്മസംഘർഷങ്ങളിലേക്ക് ഓ ദിവ്യകാരുണ്യ യേശുവേ, ദൈവദൂതനെ പറഞ്ഞു വിടണമേ. ചോദിക്കുന്ന സമയത്ത് ചിലർക്ക് ദൈവം വീട് കൊടുക്കുന്നു, ചിലർക്ക് വാഹനം കൊടുക്കുന്നു, ചിലർക്ക് സൗഖ്യം കൊടുക്കുന്നു. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും താൻ അധികമായി സ്നേഹിക്കുന്നവർക്കുമായി അവൻ്റെ ഹൃദയം കൊടുക്കുന്നു. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. പാപിയെ സ്നേഹിക്കുന്ന ഹൃദയം, തനിക്കെതിരെ തിരിയുന്നവനോട് പോലും കരുണ കാണിക്കുന്ന ഹൃദയം, പാപിയുടെ മരണം ഒരിക്കലും കാംക്ഷിക്കാത്ത ഹൃദയം, പാപിയുടെ മടങ്ങി വരവ് എന്നും കാത്തിരിക്കുന്ന ഹൃദയം, കഷ്ടത അനുഭവിക്കുന്നവനെ കാണുമ്പോൾ സഹായിക്കാൻ ഇറങ്ങിച്ചില്ലെന്ന ഹൃദയം, അങ്ങയുടെ ഹൃദയം, ഞങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയം ഓ ഈശോ, നീ ഞങ്ങൾക്കായിട്ട് തരിക. 1 കൊറിന്ത്യൻസിന്റെ 2:15 നാം ഇങ്ങനെ വായിക്കും, ദൈവത്തിൻ്റെ മനസ്സറിവുള്ളവൻ ആരാണ്? അവൻ്റെ മനസ്സ് അറിയാവുന്നവൻ ആരാണ്? പൗലോസ് അപ്പോസ്തലൻ പറയും, അതെ, ദൈവത്തിൻ്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, ഈ കാലയളവിൽ അങ്ങയുടെ മനസ്സറിയാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ ഹൃദയ നൊമ്പരം എന്താണെന്നും ഹൃദയത്തിൻ്റെ ആഹ്ലാദ വിഷയങ്ങൾ എന്താണെന്നും തിരിച്ചറിയുവാൻ നിന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓ ഈശോയെ നീ അനുവദിക്കണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ ഹൃദയം അവൻ നമുക്ക് തരും, അവൻ്റെ സ്നേഹം നമുക്ക് തരും, അവൻ്റെ മനസ്സ് നമുക്ക് അവൻ തരും, അവൻ്റെ വേദന നമുക്കായി അവൻ പങ്കിടും. ഈശോ, നിന്റെ ഹൃദയ തുടിപ്പുകൾ ഞങ്ങളുടെ ഹൃദയ തുടിപ്പുകളാക്കി മാറ്റണമേ. നിന്റെ ഹൃദയം ഓ ഈശോ നീ ഞങ്ങൾക്കായി തരിക. സ്നേഹത്തോടെ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ മനസ്സറിയാൻ ഹിതമറിയാൻ അനുവദിക്കണമേ. ആത്മീയ മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. നിന്റെ മനസ്സറിയാൻ ഹിതമറിയാൻ അനുവദിക്കണമേ. ആത്മീയ മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ലോകത്തിലെ ഏതൊരു മനുഷ്യൻ ലോകത്തെ കാണുന്നത് പോലെയുമാണ് വിശ്വാസികളിൽ പലരും ഇന്ന് ലോകത്തെ കാണുന്നത്.
മാറി മറയുന്ന സാഹചര്യങ്ങളെ കാണുന്നത്. എന്നാൽ ഞങ്ങൾ ജഡത്തിന് കടപ്പെട്ടവരല്ല എന്നും യേശുവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നുമുള്ള വലിയ ബോധ്യം ഓ ദിവ്യകാരുണ്യ യേശുവേ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ യേശുവിലേക്ക് നോക്കുവാൻ ഓ ഈശോ നിന്റെ മനസ്സ് നീ ഞങ്ങൾക്ക് തരിക, നിന്റെ ഹൃദയം നീ ഞങ്ങൾക്ക് തരിക, നിന്റെ ചങ്ക് നീ ഞങ്ങൾക്ക് തരിക. ഓ ഈശോ നീ കാണുന്നത് പോലെ ഞങ്ങൾ എല്ലാവരെയും കാണട്ടെ. നീ കാണുന്നത് പോലെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തെ ഞങ്ങൾ കാണട്ടെ. നീ വേദനിക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയവും വേദനിക്കട്ടെ. നീ സന്തോഷിക്കുന്നത് പോലെ നിന്റെ സന്തോഷം നീ ഞങ്ങൾക്കും തരിക. സ്നേഹത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കാം. അവനെ തേടുന്നവർക്ക് എന്നും അവൻ സമീപസ്ഥനാണല്ലോ. അവന് വേണ്ടി നിലകൊള്ളുന്നവരെ അവർ ഒരിക്കലും മറന്നു കളയുകയില്ലല്ലോ. ഈശോ ഞങ്ങളിലേക്ക് നീ വരിക. നിന്റെ മനസ്സറിയാൻ ഹിതമറിയാൻ അനുവദിക്കണമേ. ആത്മീയ മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. നിന്റെ മനസ്സറിയാൻ ഹിതമറിയാൻ അനുവദിക്കണമേ. ആത്മീയ മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. ഈശോയുടെ അടുത്തേക്ക് സാധിക്കുന്നവർ സ്നേഹത്തോടെ കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയോട് പറയാം, ഓ ഈശോ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ഞങ്ങളുടെ ജീവന്റെ കാരണമായ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ശേഷിക്കുന്ന പ്രാണൻ ചേർത്ത് പിടിച്ചും അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എതിർത്ത് സംസാരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ വേണ്ട എന്ന് വെക്കുന്നവർക്ക് വേണ്ടി കൂടി ഞങ്ങൾ പറയുന്നു ഈശോ ഞങ്ങൾക്ക് അങ്ങയെ വേണമെന്ന്. അങ്ങയെ തള്ളി മാറ്റുന്നവർക്ക് വേണ്ടി കൂടി ഈശോ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾ നിന്നെയും ചേർത്ത് പിടിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. ഒരുപക്ഷെ മക്കളിൽ പലരും വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം, വിശ്വാസത്തിൽ നിന്ന് അകന്ന് കഴിയുന്നവരായിരിക്കാം. മനസ്സ് നോവാതെ നിരാശയിലേക്ക് പോകാതെ ഈ കാലയളവിൽ പ്രത്യാശയോടെ ഈശോയിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ കിടക്കുന്ന സിംഹക്കുഴിയിലേക്ക് ദൈവം ഒരു പ്രവാചകനെ പറഞ്ഞു വിടുന്നുണ്ട്. ആ സിംഹക്കുഴിയിലേക്ക് ദൈവം തൻ്റെ ദൂതനെ പറഞ്ഞു വിടുന്നുണ്ട്. കർത്താവേ, ഈ ഭൂമിയിൽ നിരീശ്വരവാദികളായി നിരീശ്വര പ്രസ്ഥാനങ്ങളുമായി കഴിയുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ചോദ്യം ചെയ്യുന്ന, അങ്ങയുടെ നീതിയെ ചോദ്യം ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കരുണ വർഷിക്കണമേ, സ്നേഹം കാണിക്കണമേ, ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഒരാളെയും തള്ളിക്കളയാത്ത നിന്റെ സ്നേഹം അവർക്കായിട്ട് അയക്കണമേ. നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ കുഞ്ഞാടുകളെ ചേർത്ത് പിടിക്കുന്ന നല്ല ഇടയനാണല്ലോ നീ. കർത്താവേ, 99 മാറ്റി നിർത്തി മറുതലിച്ചു പോയ ഒന്നിനെ തേടി വരുന്ന നിന്റെ സ്നേഹം ഒരിക്കൽ കൂടി നിന്റെ മക്കൾക്ക് വേണ്ടി നീ അയക്കുക. ഈശോയെ, സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരെക്കാളും നിന്നെ ഞാൻ. സ്നേഹിക്കുന്നു ഞാൻ, സ്നേഹിക്കുന്നു ഞാൻ, എല്ലാരെക്കാളും നിന്നെ ഞാൻ. മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്. മർത്യസ്നേഹം വേണ്ട, ലോകസ്നേഹം വേണ്ട, നിന്റെ സ്നേഹം മതി എനിക്ക്.
സഹോദരങ്ങളെ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസമാണ് നാം ഇന്ന്. ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്നേഹത്തോടെ ദൈവത്തോട് നന്ദി പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട കരുതലുകളെക്കുറിച്ച്, പ്രധാനപ്പെട്ട പ്രിവിലേജസിനെ കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. ഒന്നാമതായി നമ്മളിങ്ങനെ കണ്ടു, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം അനുവദിക്കുന്നു. രണ്ടാമതായി നമ്മൾ കണ്ടു, ഇതാ വിലാപ സങ്കീർത്തനങ്ങൾ ഉയർത്താൻ ദൈവം അങ്ങനൊരു വ്യക്തിയെ, അങ്ങനെയുള്ള വ്യക്തികളെ അനുവദിക്കുന്നു. മൂന്നാമതായി ദൈവം അവരെ പ്രത്യേക വിധത്തിൽ ഓർക്കാനായിട്ട് ഇടവരുന്നു. ഈ ദിവസം നാം ധ്യാനിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കാൻ രാജാവ് നിയമിച്ചിരുന്ന അരിയോക്കിനെ സമീപിച്ച് ദാനിയേൽ പറഞ്ഞു, ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കരുത്, എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോവുക, ഞാൻ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാം. അരിയോക്ക് ഉടൻ തന്നെ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുചെന്ന് പറഞ്ഞു, രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരുവനെ യൂദായിൽ നിന്നുള്ള പ്രവാസികളുടെ ഇടയിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ബെൽതെഷാസർ എന്നു പേരുള്ള ദാനിയേലിനോട് രാജാവ് ചോദിച്ചു, ഞാൻ കണ്ട സ്വപ്നവും അതിനെ വ്യാഖ്യാനവും വെളിപ്പെടുത്താൻ നിനക്ക് കഴിയുമോ? ദാനിയേൽ പറഞ്ഞു, ഒരു ജ്ഞാനിക്കും ആഭിചാരനും മാന്ത്രികനും ജ്യോത്സ്യനും രാജാവ് ആവശ്യപ്പെട്ട രഹസ്യം വെളിപ്പെടുത്താനായില്ല. എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സഹോദരങ്ങളെ, മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യമാണ് ആത്മാക്കൾക്ക് വേണ്ടി വിലപേശി പ്രാർത്ഥിക്കാൻ അവരെ ദൈവം അനുവദിക്കുമെന്നുള്ളത്. ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിലപേശാൻ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം അനുവദിക്കുന്നു. ഇതാ അരിയോക്ക് എന്ന് പറയുന്നൊരു മനുഷ്യനെയാണ് നെബൂഖദ്നേസർ രാജാവ് ആ ദേശത്ത് നിയോഗിച്ചത്. ബാബിലോണിൽ നിയോഗിക്കാനുള്ള കാരണം ഇതാണ്, നെബൂഖദ്നേസർ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. ആ ദേശത്തെ ജ്ഞാനികൾക്ക് കഴിയുന്നില്ല, ആഭിചാര പ്രവർത്തനം നടത്തുന്നവർക്കോ ജ്യോത്സ്യന്മാർക്കോ ആർക്കും കഴിയുന്നില്ല. ഇതിനിടയിലാണ് അവർ പറഞ്ഞത്, ദാനിയേൽ എന്നുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്, യൂദാ ഗോത്രത്തിലുള്ള അവന് സത്യത്തിൽ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ രാജാവ് പറഞ്ഞു, അവനെ വിളിക്കുക. അവൻ സ്വപ്നം വ്യാഖ്യാനിക്കാനായി രാജസന്നിധിയിലേക്ക്, രാജകൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് അരിയോക്ക് എന്ന് പറയുന്ന മനുഷ്യനെ ആ ദേശത്തുള്ള എല്ലാ ജ്ഞാനികളെയും കൊന്നൊടുക്കാൻ വേണ്ടി രാജാവ് കൽപ്പന കൊടുത്ത് നിയോഗിക്കുകയാണ്. ഈ സമയത്ത് ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലയോ രാജാവേ, ഒരിക്കലും ഈ ദേശത്തെ ജ്ഞാനികളെ കൊന്നു കളയാൻ അങ്ങ് അനുവദിക്കരുത്. അടിയൻ സ്വപ്നം വ്യാഖ്യാനിക്കാം, കാരണം സ്വർഗത്തിലുള്ള ദൈവത്തിന് എല്ലാ രഹസ്യങ്ങളും അറിയാമല്ലോ. സഹോദരങ്ങളെ, ആത്മാക്കൾക്ക് വേണ്ടി വിലപേശാൻ അവൻ ശത്രുവായിക്കൊള്ളട്ടെ, മിത്രമായിക്കൊള്ളട്ടെ, അവൻ നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, മറ്റ് ഏതെങ്കിലും ശത്രു എന്ന് കരുതുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, ആയിരുന്നാലും അവരുടെ മുമ്പിൽ, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മധ്യസ്ഥം വഹിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ട്. സത്യത്തിൽ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ചും ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അനുഗ്രഹീതനായ അബ്രാഹത്തിൻ്റെ പിതാവിൻ്റെ പിതൃ സഹോദരനും മക്കളുമെല്ലാം അങ്ങ് അകലെ സോദോം ഗൊമോറയിൽ വസിക്കുകയാണ്. സോദോം ഗൊമോറ മുഴുവൻ പാപം കൊണ്ട് തകർക്കപ്പെട്ട ദേശമാണ്. ആ ദേശം നശിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്ന് ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം കണ്ടു. അബ്രാഹാം, മഞ്ഞിൻ്റെ നിറമുള്ള, മഞ്ഞിൻ്റെ മനസ്സുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അവിടുന്ന് കനിവുണ്ടാകണം.
ഏതാനും നീതിമാന്മാർ, 50 നീതിമാന്മാർ ഞാൻ അവിടെ കണ്ടെത്തിയാൽ ആ ദേശത്തെ അങ്ങ് നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, നശിപ്പിക്കില്ല. അവൻ പോയി മടങ്ങി വരുമ്പോൾ അവന് 50 കണ്ടെത്താൻ പറ്റിയില്ല. തുടർന്ന് ആ ദേശത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി അവൻ വില പേശുകയാണ്. 50 ഇല്ലെങ്കിൽ 45, ഇല്ലെങ്കിൽ 30, 25, 10 ഇങ്ങനെ തുടങ്ങി ആത്മാക്കൾക്ക് വേണ്ടി അവൻ വില പേശാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, സത്യത്തിൽ തൻ്റെ പിതൃ സഹോദരൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല അവൻ വില പേശിയത്, മറിച്ച് അവൻ അറിയാമായിരുന്നു ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ദൈവം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം മനുഷ്യർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് എന്ന്. ദൈവത്തിൻ്റെ സ്നേഹം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ വർഷിക്കുന്ന സ്നേഹമാണ് എന്ന് പൂർവ്വപിതാവായ അബ്രാഹത്തിന് അറിയാമായിരുന്നു. വേണമെങ്കിൽ അവന് ചിന്തിക്കാം, ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഞാൻ ഇതിനു മുമ്പ് ശ്രമം നടത്തിയിട്ടുണ്ട്, അവർ അത് കേട്ടില്ല, അവരത് തോന്നിയ വിധത്തിൽ അവരുടെ ജീവിതത്തെ കൊണ്ടുപോയി. മാത്രവുമല്ല, തനിക്ക് ലഭിക്കാമായിരുന്ന ജോർദാൻ സമതല പ്രദേശം അവർ കീഴടക്കി കൊണ്ടുപോയതാണ്, അവർ തന്നിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയതാണ്. അതുകൊണ്ട് അവർ പോകുന്ന വഴിയിൽ പോകട്ടെ എന്ന് വേണമെങ്കിൽ അവന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവൻ ചിന്തിച്ചില്ല. അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, അങ്ങയുടെ മനസ്സെനിക്കറിയാം, അങ്ങയുടെ മനസ്സെനിക്കറിയാം. അതെന്താണ്? വിശ്വാസിയെയും അവിശ്വാസിയെയും അനുഗ്രഹിക്കുന്ന സ്നേഹമാണ് ദൈവത്തിൻ്റെ മനസ്സ്. ആസ്തികനെയും നാസ്തികനെയും കൈവിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദിവസം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള നിരീശ്വരവാദി സംഘടനകളെ, അതിൽ കാര്യമായി വർക്ക് ചെയ്യുന്നവരെ, അതിനുവേണ്ടി ഫണ്ടുകൾ ധാരാളമായിട്ട് കൊടുക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളെ, വലിയ ഏജൻസികളെ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തനം നടത്താൻ വേണ്ടി അതിനാവശ്യമായ ഫണ്ടും സമാഹാരങ്ങളും എല്ലാം നടത്തുന്ന സംവിധാനങ്ങളെയും വ്യക്തികളെയും കർത്താവിൻ്റെ മുമ്പിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം കർത്താവിൻ്റെ മനസ്സുള്ളവർ ഇങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അവിടുത്തെ വലിയ കരുണ, അവിടുത്തെ വലിയ സ്നേഹം നിന്റെ മക്കളുടെ മേൽ അധികമായി നീ കാണിക്കണമേ എന്ന് കണ്ണുകളടച്ചുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ ഹൃദയം നീ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് ലഭിച്ചാൽ, അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്ക് ലഭിച്ചാൽ ഒരിക്കലും പാപിയുടെ നാശത്തിൽ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിരീശ്വരന്റെ തകർച്ചയിൽ ആനന്ദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവർ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഓ ദൈവമേ, തകർന്നു പോകാമായിരുന്നൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. നീ ചേർത്ത് പിടിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കാൻ കഴിയുന്നത്. അവകാശപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല. നീ തന്നതാണ് സകലതും, നീ തന്നതാണ് സകലതും. ഈശോ, സ്നേഹത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ദൈവനിഷേധത്തിൻ്റെ സമൂഹങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാവർക്കുമായി പാപമോചനം കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ, കരുതൽ കൊടുക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമൂഹങ്ങളെയും വ്യക്തികളെയും ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രത്യേകം ഓർക്കാം. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ,
In the name of Jesus, I take authority and I bind all powers and forces in the air, in the ground, in the water, in the underground, in the netherworld, in nature and in fire. You are the Lord of the entire universe, and I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families, and I seal all of us in the protection of your precious blood that was shed for us on the cross. Mary, our mother, we seek your protection and intercession with the sacred heart of Jesus for us and for our families, and surround us with your mantle of love to discourage the enemy. Saint Michael and our guardian angels, come defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus, I bind and command all powers and forces of evil to depart right now away from us, from our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer in the most precious name of our Lord and Savior Jesus. Amen. ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, എൻ്റെ ജീവൻ്റെ കാരണമേ. ആരാധന ആരാധന എൻ്റെ അഭയശിലയെ, ആരാധന ആരാധന ദൈവപുത്ര, ആരാധന യേശുനാഥ, നിന്റെ ജനത്തിനു വേണ്ടി ലോകത്തിനും വേണ്ടി കരമുയർത്താം, നിലവിളിക്കാം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കണ്ണീരെനിക്കു തരൂ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ.